ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്ത യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോരിയ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കിട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവരാദ്യം നേരിട്ട ഒരു വലിയ പ്രതിസന്ധി എന്നുള്ളത് അവരുടെ വഴിയിൽ അല്ലെങ്കിൽ സുഗമമായ അവരുടെ നടത്തിപ്പിന് തടസ്സമായി നിന്ന ചെങ്കടലാണ്. ആ ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് അവർ നിലവിളിക്കുന്ന ഒരു വലിയ നിലവിളി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ ഈ ചെങ്കടലിൻ്റെ കര എന്നുള്ളത് തങ്ങളും തങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിച്ചു വീഴുന്ന എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവസാനമായി ചെങ്കടലിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു യാത്രയില്ല എന്ന് അവർ വിചാരിച്ച ഒരു സമയം. എല്ലാം അസ്തമിച്ചു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു യാത്രയില്ല എന്നുള്ള ആ ചിന്ത അവരെ മോശയ്ക്ക് നേരെ നിന്നുകൊണ്ട് ഞങ്ങളെ ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഈ ചെങ്കടലിൻ്റെ കരയിൽ കൊണ്ടുവന്ന് കൊല്ലുവാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് മോശയോട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ മോശയോട് പിറുപിറുക്കുന്ന, മോശയോട് എതിർക്കുന്ന ഒത്തിരി ചിന്തകൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. എന്നാൽ ഞാൻ മിസ്രൈമിന്റെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരകളിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ നോക്കണം, അവരുടെ ജീവിതത്തിൽ, അതായത് ഇസ്രായേലിന്റെ ജീവിതത്തിൽ ചെങ്കടൽ എന്നുള്ളത് അവരുടെ അവസാനമാണ് എന്ന് ഇസ്രായേൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഇസ്രായേൽ വിചാരിച്ചു. അത് ചെങ്കടലിനപ്പുറത്തേക്കൊരു യാത്രയില്ല. അവിടെ അവരുടെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴും. അതായിരുന്നു അവരുടെ ചിന്ത. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവം പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഫറവോനിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മിസ്രൈമിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. എന്ന് വെച്ചാൽ യഹോവ ദൈവമെന്ന് ഫറവോനും മിസ്രൈമരൊക്കെയും അറിയുവാൻ തക്കവണ്ണം ചെങ്കടൽ ഒരു കാര്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഈ ചെങ്കടൽ തന്നെ നമ്മൾ വായിച്ച നല്ല ധ്യാനവാക്യത്തിൽ വായിച്ച ഭാഗം, ഈ ചെങ്കടൽ നമ്മൾ കാണുന്നത് യെരിഹോ മതിൽ, അല്ലെങ്കിൽ സ്തോത്രം, അവരുടെ ജീവിതത്തിൽ ഇസ്രായേല് അവരുടെ കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ, അല്ലെങ്കിൽ കനാനിലേക്ക് കാലെടുത്തു, അല്ല കനാൻ ദേശം അല്ലെങ്കിൽ അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യത്തെ പ്രതിസന്ധിയാണ് നമ്മൾ കാണുന്നത്. ആ യെരിഹോ മതിൽ എന്ന് പറയുന്നത്. ആ യെരിഹോ മതില് അവരുടെ മുമ്പിൽ നിൽക്കുന്നത് അവർക്ക് മുൻപോട്ട് പോകുവാൻ, അവരുടെ ഗമനത്തെ തടഞ്ഞു നിൽക്കുമ്പോൾ അതിനെ തകർത്ത് കളയുവാൻ, അതിനെ തോൽപ്പിക്കുവാൻ അവർ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിച്ച് ഈ യെരിഹോവിലെ ഒറ്റുനോക്കുവാൻ വേണ്ടി പോയ ഒറ്റുകാരോട് ആ യെരിഹോ മതിൽ താമസിച്ചിരിക്കുന്ന രാഹാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ വായിച്ചത്. അവൾ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചത്. അവിടെ പറയുകയാണ്, യഹോവയായ ദൈവം, നിങ്ങളുടെ ദൈവം ചെങ്കടലിലെ വെള്ളം വറ്റിച്ചത് ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി. അപ്പോൾ നോക്കണം, പ്രൈസ് ദി ലോർഡ്, ചെങ്കടൽ ദൈവത്തിൻ്റെ നാമം, പ്രൈസ് ദി ലോർഡ്, യെരിഹോ നിവാസികൾ അറിയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേലിൻ്റെ യാത്രയിൽ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ ഈ ചെങ്കടൽ ദൈവം, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി വെള്ളം വറ്റിച്ചു കൊടുത്ത് ഇസ്രായേൽ ജനത്തെ, ഹല്ലേലൂയ, നടത്തിയ വിധത്തെ ചുറ്റുമുള്ള ജാതികൾ അറിഞ്ഞിട്ട് അവർ പറയുകയാണ്, സ്തോത്രം,
നിങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. യഥാർത്ഥ ദൈവമെന്ന് പറയത്തക്ക രീതിയിൽ ചെങ്കടൽ മാറുകയാണ്. പക്ഷെ ചെങ്കടൽ ഇസ്രായേൽ മക്കൾ അഭിമുഖീകരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ജീവിതത്തിൽ അവർ വിചാരിച്ചത് ഈ ചെങ്കടൽ കടന്ന് അപ്പുറത്തേക്ക് ഒരു യാത്രയില്ലായിരുന്നു എന്ന്. എന്നാൽ ആ ചെങ്കടൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യഹോവയായ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുവാനാണ് ഈ ചെങ്കടൽ നിങ്ങളുടെ മുമ്പിൽ വരുവാനിടയായി തീർന്നത്. മിസ്രയീമ്യരും ഫറവോനും, ഹല്ലേലൂയ, ഞാനാണ് ദൈവമെന്ന് അറിയും. ഇതുവരെ അവർ അറിഞ്ഞിരിക്കുന്നത് അവർക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്. 10 ബാധകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് 10 ദൈവങ്ങളോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ആശ്രയിച്ചതും അവർ വിശ്വസിച്ചതുമായിരുന്ന മിസ്രയീമിലെ ദൈവങ്ങളല്ല ദൈവമെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ബോധ്യമാകും വണ്ണം ദൈവം ചെയ്ത ന്യായവിധികളായിരുന്നു നമുക്ക് അവിടെ കാണുവാനിടയായി തീരുന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ചെങ്കടൽ എന്ന പദം എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവ മക്കളുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധികൾ, ഹല്ലേലൂയ, സ്തോത്രം, യഹോവ ദൈവമെന്ന് മറ്റുള്ളവർ അറിയേണ്ടതിന് ദൈവം അത് ദൈവത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കുമെന്ന് പറയുവാനാണ് ഞാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, സ്തോത്രം, ബാലാക്കും ഇത് തന്നെയാണ് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. തങ്ങളുടെ അടുക്കലേക്ക് വരുന്ന, തങ്ങളുടെ രാജ്യത്തിൻ്റെ അടുക്കലൂടെ പോകുന്ന ഈ ജനം തങ്ങളെ നശിപ്പിക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണ്, സ്തോത്രം, ബാലാക്ക് ബിലയാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഈ ജനത്തെ ശപിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവരെ നടത്തുന്നത്, ഇവരുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. കാരണം ഇവരെ നടത്തുന്നതൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ പ്രവർത്തികളും ദൈവത്തിൻ്റെ, ഹല്ലേലൂയ, വിടുതലുകളും ഇവർ അനുഭവിക്കുന്നു എന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഇവരെ കാണുന്ന ആളുകൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ബാലാക്ക്, സ്തോത്രം, ആയുധം കൊണ്ട് അവരോട് യുദ്ധം ചെയ്യാതെ ആത്മമേഖലകളിൽ അവരെ തകർത്ത് കളയുവാൻ വേണ്ടി ബിലയാമിനെ കൂട്ടുപിടിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ചെങ്കടൽ ഇസ്രായേലിന് വലിയ ഭാരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്കിടെ നിലവിളിക്ക് കാരണമായി. അവർ വിചാരിച്ച് ഇതിൻ്റെ അപ്പുറത്തേക്കൊരു യാത്രയില്ല എന്ന. എന്നാൽ ആ ചെങ്കടൽ മിസ്രയീമ്യനും ഫറവോനും ബോധ്യം കൊടുത്തു യഹോവ ദൈവമെന്ന്. നമ്മൾ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, നെബൂഖദ്നേസർ രാജാവ്, സ്തോത്രം, ഒരു വലിയ ബിംബത്തെ നിർത്തുന്നു. ആ ബിംബത്തെ വീണ് നമസ്കരിക്കാത്തവരെ തീച്ചൂളയിൽ ഇടുമെന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാക്കുന്നു. ആ തീച്ചൂളയിലേക്ക് ഇടുവാൻ വേണ്ടി അവർ ആ നിയമം ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ നമസ്കരിക്കാത്ത 3 യഹൂദ ബാലന്മാരെ കുറിച്ച് നമുക്കറിയാം. സ്തോത്രം. ആ യഹൂദ ബാലന്മാരെ തീച്ചൂളയിലേക്ക് എടുത്തെറിയുവാൻ വേണ്ടി അവർ നെബൂഖദ്നേസർ ആളോട് കൽപ്പനയിടുന്നു. അവരെ തീയിലേക്ക് എടുത്തെറിയുന്നു. നെബൂഖദ്നേസർ നോക്കുമ്പോൾ 4ാമതായി ഒരുവനും കൂടെ ആ തീച്ചൂളയിൽ നടക്കുന്നു. അവർ കയറി വരുവാൻ വേണ്ടി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നെബൂഖദ്നേസർ അന്ന് പറയുന്ന ഒരു പദമുണ്ട്, സ്തോത്രം, ഇവരെ തീയിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്, സ്തോത്രം, സാക്ഷാൽ ദൈവം. സ്തോത്രം. ഞാൻ ഉണ്ടാക്കിയ, സ്തോത്രം, ഈ സ്വർണബിംബമല്ല, പ്രൈസ് ദി ലോർഡ്, പകരം തീച്ചൂളയിൽ, ഹല്ലേലൂയ, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി അവരെ വിടുവിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, വിടുവിച്ച ദൈവം ഏതോ ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. നോക്കണം, തീച്ചൂള എന്നുള്ളത് ആ ഭക്തന്മാരെ സംബന്ധിച്ചോളം ഇറങ്ങിപ്പോകുവാൻ അല്പപ്രയാസമുള്ളൊരു മേഖലയാണ്. പക്ഷെ ആ തീച്ചൂള, സ്തോത്രം, നെബൂഖദ്നേസറിന് സത്യദൈവത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. സ്തോത്രം. അതുതന്നെ ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനിടയായി തീരുന്നുണ്ട്. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ എടുത്തെറിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അത് രാജാവ് വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അയ്യോ ദാനിയേലേ, സ്തോത്രം, ജീവനുള്ള ദൈവത്തിൻ്റെ, സ്തോത്രം, ദാസനായ ദാനിയേലിനെ എന്ന് വിളിച്ച് രാജാവ് അവനോട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. രാജാവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, സ്തോത്രം, എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവർക്കും ദാനിയേലിൻ്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു.
അവൻ ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ നോക്കണം, ആ ഭക്തൻ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇറങ്ങി പോകേണ്ടി വന്നതാണ്. യഹോവയായ ദൈവമാണ് സത്യ ദൈവമെന്ന് പ്രൈസ് ദി ലോർഡ് ആ രാജാവിന് ബോധ്യപ്പെടുവാനിടയായി തീർന്നത്. ഇത് തന്നെയാണ് ലാസറിന്റെ വീട്ടിലും നടന്നത്. സ്തോത്രം. ലാസറിന്റെ വീട്ടിൽ ഹല്ലേലൂയ സ്തോത്രം, ആ കുടുംബത്തിൽ ലാസർ എന്ന ഏക സഹോദരൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസരം നമുക്കതറിയാം. അവിടെയും ഈ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വമായിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ കുടുംബത്തിലെ ലാസറിന്റെ മരണം കാരണമായി തീർന്നു. സ്തോത്രം. പക്ഷെ അത് ആ ലാസറിന്റെ മരണം എന്നുള്ളത് സ്തോത്രം ആ കുടുംബത്തിന് വലിയ പ്രതിസന്ധിയായിരുന്നു. എന്ന് വെച്ചാൽ ആ കുടുംബം വിചാരിച്ചത് ഇതിന്റെ അപ്പുറത്തേക്കൊന്നില്ല, അവിടെ തീർന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ അതിന്റെ അപ്പുറം കണ്ട് സ്തോത്രം ഹല്ലേലൂയ യേശു ദൈവമാണെന്ന് ചുറ്റുമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കണ്ടു നിന്ന ആളുകൾക്ക് ആ ദേശം മുഴുവൻ അറിയത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവർത്തിയായിട്ട് അത് കാണുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി പോകുന്ന ഹല്ലേലൂയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരും എന്നത് നമുക്കൊരു ഉറപ്പായി തീരട്ടെ. സ്തോത്രം. നാം ഏത് മേഖലയിലൂടെ പോയാലും ശരി, അത് ഹല്ലേലൂയ ഒരു ഭക്തനാണോ നീ, പ്രൈസ് ദി ലോർഡ്, അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമായി തീരും. ഇസ്രായേൽ ജനത്തിനും ഹല്ലേലൂയ സ്തോത്രം ചെങ്കടൽ അതൊരവസാനമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അതൊർക്കൊരവസാനമല്ലായിരുന്നു, അവരുടെ യാത്രയുടെ ആരംഭമായിരുന്നു. അവരുടെ യാത്രയുടെ സ്തോത്രം ഹല്ലേലൂയ വലിയ ഒരു വാതിൽ തുറക്കുകയായിരുന്നു. മാത്രമല്ല ഫറവോൻ മനസ്സിലാക്കി ഹല്ലേലൂയ സ്തോത്രം ആ മിസ്രയും മനസ്സിലാക്കി യഹോവ ദൈവമെന്ന്. സ്തോത്രം. സ്തോത്രം ബാലാക്ക് എന്ന സ്തോത്രം മിദ്യാന്യ രാജാവ് യഹോവ ദൈവമെന്ന് ബോധ്യപ്പെടുവാൻ ചെങ്കടലിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. യെരിഹോവിലെ രാജാവും അവിടുത്തെ ജനവും ആ ചെങ്കടൽ ഹല്ലേലൂയ സ്തോത്രം വറ്റിച്ചത് ഹല്ലേലൂയ യഹോവയായ ദൈവമാണ് സാക്ഷാൽ ദൈവമെന്ന് ബോധ്യപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവിന് സ്തോത്രം ഹല്ലേലൂയ യഹോവ ദൈവമെന്ന് ഹല്ലേലൂയ സ്തോത്രം ആ യഹൂദ ബാലന്മാരുടെ ആ തീച്ചൂളയിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടതൊരു ബോധ്യമാകുവാൻ വേണ്ടി തീർന്നു. ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് ഹല്ലേലൂയ സ്തോത്രം രാജാവിന് ബോധ്യപ്പെട്ടു. അവൻ പറയുകയാണ് സ്തോത്രം ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ച ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. സ്തോത്രം ഹല്ലേലൂയ. ലാസർ ഉയർക്കപ്പെട്ടത് സ്തോത്രം യേശു ദൈവമാണെന്ന് ചുറ്റുമുള്ളവർക്ക് കാണുവാനും വിശ്വസിക്കുവാനും ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സിംഹക്കുഴി ദാനിയേലിന്റെ അവസാനമായി തീർന്നില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. തീച്ചൂള യഹൂദ ബാലന്മാരുടെ അവസാനമായി തീർന്നില്ല. ചെങ്കടൽ ഇസ്രായേലിന്റെ അവസാനമായി തീർന്നില്ല. ലാസർ ഹല്ലേലൂയ സ്തോത്രം ആ ലാസറിന്റെ മരണം സ്തോത്രം ഹല്ലേലൂയ ആ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ വേദനയും ദുഃഖവും നിരാശയും കൊണ്ടുവന്നതും ഹല്ലേലൂയ സ്തോത്രം അത് അവസാനമായിരുന്നില്ല. അതൊക്കെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമാക്കി ദൈവം തീർത്തു എങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഹല്ലേലൂയ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നിർത്താം. ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. നാം കടന്നു പോകുന്ന ചില വിഷയങ്ങൾ അതൊരവസാനമല്ല. ഹല്ലേലൂയ അതൊരവസാനമല്ല, പകരം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ആ വിഷയങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമായി തീരും എന്നറിഞ്ഞ് നമുക്ക് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാം. ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ വിചാരിച്ചു ചെങ്കടൽ അവരുടെ അവസാനമെന്ന്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യഹൂദ ബാലന്മാർ ഹല്ലേലൂയ തീച്ചൂള പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ മുൻപോട്ട് എങ്ങനെ അത് അവർ അവസാനമോ എന്ന് ചിന്തിച്ചിരിക്കാം. സ്വർഗത്തിലെ ദൈവം എന്നാൽ സ്തോത്രം ഹല്ലേലൂയ അതൊരവസാനമല്ല ഇരുന്ന് കർത്താവേ. ചിലർക്കൊക്കെ യഹോവയായ ദൈവത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചില പ്രവർത്തികളായിരുന്നു എന്ന് ഇന്നത്തെ പകൽക്കാലത്തെ ധ്യാന ചിന്തയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നല്ലോ. കർത്താവെ, ഞങ്ങൾ വീണ്ടും ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ പോകുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരും എന്നറിഞ്ഞ് സന്തോഷത്തിൽ ഹല്ലേലൂയ ജീവിപ്പാൻ
ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പോകുന്ന പല വിഷയവും ഹല്ലേലൂയ അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു അവസാനമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് വിശാലവും ശ്രേഷ്ഠവുമായ ഒരു വാതിലിലേക്ക് തുറക്കപ്പെടുന്ന വലിയ വിടുതലെന്ന് ബോധ്യമാകുവാൻ ജനത്തെ ഹല്ലേലൂയയുടെ ഹൃദയത്തെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ വിശ്വസിക്കുമാറ് ചില പ്രവർത്തികൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹീതമായൊരു പ്രഭാതം ദൈവദിനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.